ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. CHSL 2024 ക്രാഷ് കോഴ്സിൻ്റെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കോമ്പൗണ്ട് ടെസ്റ്റ് ആണ്. അപ്പോൾ ബാക്കി ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. എല്ലാം കണ്ട് നന്നായിട്ട് പഠിക്കുക. അടിപൊളി ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവലും അതൊക്കെ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ വലിയൊരു നഷ്ടമാവും. അപ്പോൾ ഇതിന് മുമ്പത്തുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. ഇതിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഉറപ്പായിട്ട് ഈ കൺസെപ്റ്റുകളെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും ഇത്രയും നന്നായിട്ട് ക്ലാസ് കിട്ടുന്ന ഒരു ചാനലും നിങ്ങൾ മലയാളത്തിൽ എവിടെ എടുത്ത് നോക്കിയാലും ഇങ്ങനെയൊന്നും ക്ലാസ്സുകൾ തരുന്ന ഒരു ചാനലും ഇല്ല. അപ്പോൾ ആ മാത്സിൻ്റെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഒന്ന് കണ്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ SSC എക്സാംസിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ. ഓക്കെ, അപ്പോൾ അതെല്ലാം കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. നമ്മുടെ പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലാസ്സുകളൊക്കെ ഡെമോ കണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എല്ലാ എക്സാംസിനുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇത് CHSLൻ്റെ പെയ്ഡ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഫൗണ്ടേഷനും എല്ലാം ചേർന്നുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓക്കെ ഇപ്പോൾ ഈ സാധനം ഡിലീറ്റ് ചെയ്തില്ല. ഓക്കെ, കുഴപ്പമില്ല. ഫൈൻഡ് ദ കോമ്പൗണ്ട് ടെസ്റ്റ്, കോമ്പൗണ്ടിങ്. അപ്പോൾ കോമ്പൗണ്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ അടിപൊളി മെത്തേഡ്സ് ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലാതെ, നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ലാത്ത മെത്തേഡായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഓരോ ക്വസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ പേര് അത് കാണുന്നില്ല എന്നൊക്കെ പറയുന്നു. നിങ്ങൾ യൂട്യൂബ് എടുക്കുക. എന്നിട്ട് ആദ്യത്തെ കാര്യം നമ്മുടെ ദിശ അക്കാഡമിയിൽ നിന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ വരും. ആ ചാനലിൽ എടുക്കുക. എന്നിട്ട് പ്ലേലിസ്റ്റ് എടുത്തിട്ട് താഴോട്ട് വരിക. ഇതിനകത്ത് ഈ ക്ലാസ്സുകളെല്ലാം യൂസ്ഫുൾ ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ കാണേണ്ടത് നമ്മുടെ SSC GD 2022 ഈ പ്ലേലിസ്റ്റ് എടുക്കുക. ഈ പ്ലേലിസ്റ്റിനകത്ത് ഒരു മാത്സിൻ്റെ തന്നെ 17 ഫസ്റ്റ് ക്ലാസ് മാത്സിൻ്റെ തുടങ്ങുന്നത്. ഇതിൻ്റെ ഒരു 17 ക്ലാസ് ചെയ്തിട്ടുണ്ട്. 17 ക്ലാസ്സസ് മാത്സിൻ്റെ. അപ്പോൾ ഇതിനകത്ത് ഈ പ്ലേലിസ്റ്റ് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഉണ്ട്. നിങ്ങളുടെ ചാപ്റ്റേഴ്സ് എല്ലാം ഉണ്ട്. ഇത് റേഷ്യോ പ്രൊപ്പോർഷൻ്റെ ക്ലാസ് ഉണ്ട്. നമ്മുടെ കോമ്പൗണ്ട് ടെസ്റ്റ്, സിമ്പിൾ ഇൻഡസ്ട്രി കോമ്പൗണ്ട് ടെസ്റ്റ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. സിമ്പിൾ ഇൻഡസ്ട്രി കോമ്പൗണ്ട് ടെസ്റ്റ് ഒന്നും അറിയില്ല, നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കാണുക. ഫസ്റ്റ് ഇതാണ് കണ്ടത്. പിന്നെ കോമ്പൗണ്ട് ടെസ്റ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ദിശ അക്കാഡമി കോമ്പൗണ്ട് ടെസ്റ്റ് മാത്സ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന ചാപ്റ്റർ അടിച്ചു കൊടുക്കുക. കോമ്പൗണ്ട് ടെസ്റ്റിന് 2 ക്ലാസ്സോട് ഞാൻ ചെയ്തിട്ടുണ്ട്. ദിശ അക്കാഡമി കോമ്പൗണ്ട് ടെസ്റ്റിന് അടിക്കുമ്പോൾ അടുത്ത ഇത് വരും. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾ കണ്ട അത്രമാത്രം നിങ്ങളെ എന്ത് ചെയ്യും, അത് ഹെൽപ്പ് ചെയ്യും ഞാൻ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ. ഓക്കെ, കോമ്പൗണ്ട് ടെസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കോമ്പൗണ്ട് ടെസ്റ്റിൻ്റെ ക്വസ്റ്റൻസ് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. അതിൻ്റെ തന്നെ പാർട്ട് 2 ഇതവിടെ കിടക്കുന്നു. അങ്ങനെ ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കി പഠിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ സ്പീഡാണെന്ന് പറയേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്വസ്റ്റൻസ് നോക്കാം. സ്പീഡിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ ബേസ് കണ്ടിട്ടുള്ളവർക്ക് എന്തായിരിക്കും, സെറ്റായിരിക്കും. അപ്പോൾ ഇവിടെ ഇനിയും ഞാൻ ബേസ് പഠിപ്പിക്കുന്നത് കാര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ ലിങ്ക് എങ്ങനെ എടുക്കണമെന്ന് വരെ ഞാൻ കാണിച്ചു തന്നത്. ഓക്കെ, ഫൈൻഡ് ദ കോമ്പൗണ്ട് ടെസ്റ്റ്, കോമ്പൗണ്ടിങ് ആനുവലി ഇത്രയാണ് 2 years. ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% ഫോർ ദ ഫസ്റ്റ് ഇയർ ആൻഡ് 8% ഫോർ ദ സെക്കൻഡ് ഇയർ. അപ്പോൾ 5% ഫസ്റ്റ് ഇയർ ആകുമ്പോൾ ഇതിൻ്റെ പകുതി കിട്ടും. അപ്പോൾ 2250 പകുതി എത്രയാണ്, 1125. 1125 ആയിരിക്കും ആദ്യത്തെ ഇയറിലെ കോമ്പൗണ്ട് ടെസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് അത്രയായി. അപ്പോൾ സം എന്താവും, ഇതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് കൂടെ കൂടും. പുതിയ സം എന്ന് പറഞ്ഞാൽ 22,500 കൂടെ 1125 കൂടണം. 23,625. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാനാണ് ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതി സമയം കളയും, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ 8% എന്ന് പറഞ്ഞാൽ 236.25 1%. പെർസെൻറ്റേജിൻ്റെ ക്ലാസ് കാണാത്തവർ ആ ഒരു പ്ലേലിസ്റ്റിൽ പെർസെൻറ്റേജ് ക്ലാസ് ഉണ്ട്, അത് കാണണം. 236.25 1%. 8% ഇത് × 8 236 × 8 23 × 8 എത്രയാണ്, അങ്ങനെ വേണം ചെയ്യാം. 20 × 200 × 8 1600. 38 240 1840 പിന്നെ 48 1888 പിന്നെ ഇവിടുത്തെ 0.25 × 8 എന്ന് വെച്ചാൽ 2 1890. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 15 പിന്നെ 19 11 30 15 ഓപ്ഷൻ എന്ത് ചെയ്യാം, ആൻസർ കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. വേറെ ഒരു മെത്തേഡ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇതായിരിക്കണം നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, എമൗണ്ട് ഓഫ് ഇത്രയും നീഡഡ് ആഫ്റ്റർ 2 years to buy a car. The amount deposited bank gives 8% annum interest ആണ്, compound interest ആണ്. What should be the approximate amount to be deposited in present in the bank to meet the requirement if the interest is compounded annually? അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് മേടിക്കുന്നത്. 8 ലക്ഷമാണ് കാറിൻ്റെ വില. 2 വർഷം കഴിഞ്ഞാണ് കാർ വാങ്ങേണ്ടത്. 8% നമുക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് ഇടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ എത്ര പൈസ ഇടണം ബാങ്കിൽ, സോ ദാറ്റ് നമുക്ക് 2 വർഷം കഴിയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 8 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇവിടുത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കോമ്പൗണ്ട് എന്താണെന്ന് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത രീതിയിൽ ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ട് പഠിക്കുക, അത് കണ്ടുപിടിക്കുക. വേറൊരു വഴിയില്ല. 8% എന്ന് പറഞ്ഞാൽ 2/25.
25. അതായത് ഇപ്പോൾ 25 ഇട്ടാൽ എത്ര കിട്ടും? 27 കിട്ടും. ഇപ്പോൾ 2 വർഷത്തെ റേഷ്യോ എന്താവും? 25ൻ്റെ സ്ക്വയർ 625 എന്ന് പറഞ്ഞാൽ അതെന്താവും? 2 വർഷം കഴിയുമ്പോൾ 27ൻ്റെ സ്ക്വയർ എത്ര ആവും? 729 ആവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആ കാണിച്ച ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 729 2 വർഷം കഴിഞ്ഞുള്ള ഇതിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 8 ലക്ഷം. 8 ലക്ഷത്തിന് ഒരു 5 പൂജ്യം കൊണ്ട് ഞാൻ 1 2 3 4 5. ഓക്കെ, ഫോർ ദ സേക്ക് ഓഫ് ഇതിന് നമുക്ക് എഴുതാം 8 ലക്ഷം. 729ൻ്റെ വാല്യൂ 8 ലക്ഷമാണ്. നമുക്ക് എന്തിൻ്റെ വാല്യൂ വേണം? ഇപ്പോൾ വേണ്ട പൈസ 625 ആണ്. ഇപ്പോൾ പി ഇതാണെങ്കിൽ എ ഇതാണ് 2 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. വേറെ ഒന്നും ചെയ്യേണ്ട. 625 ഗുണം 8 കണ്ടുപിടിക്കുക. 625 ഗുണം 8 എന്ന് പറഞ്ഞാൽ 600 8 4800 25 8 200. അപ്പോൾ ഇതൊക്കെ കാൽക്കുലേഷൻ ഡെയിലി ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ത് വരും? 625 8 എന്ന് പറയുമ്പോൾ 5000 എന്ന് വരും. അപ്പോൾ 5000 എന്ന് പറഞ്ഞാൽ നോക്ക്, ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതായിരിക്കും. 5000 കഴിഞ്ഞ് കുറേ പൂജ്യം ആയിരിക്കും, കുറേ പൂജ്യം. വേറെ ഒന്നും നോക്കണ്ട, കാര്യം ഓപ്ഷനകത്തെല്ലാം ഡിഫറൻറ്റ് ഡിജിറ്റാണ്. അപ്പോൾ ഇതേ ഡിവൈഡ് ബൈ 729. നമ്മൾ 2 സ്റ്റെപ്പ് ചെയ്താൽ മതി. എത്ര? 729 ഗുണം 6 ആണ്. കാര്യം 5000 നോക്കി 5000 729 ഗുണം 6 ആണ്. അതെന്തായാലും 6 പോകത്തുള്ളൂ. അപ്പോൾ ഇതുമല്ല. ഓക്കെ, 6 എന്ന് പറയുമ്പോൾ എത്ര? 4200. പിന്നെ 29 ഗുണം 6 30 ഗുണം 6 ആയിക്കോട്ടെ, കുഴപ്പമില്ല. കാര്യം ഓപ്ഷനെല്ലാം ഡിഫറൻ്റ് ആണ്. 68000 64000. അപ്പോൾ ഇപ്പോൾ എത്രയായി? 72. 730 ഗുണം 6 വയ്ക്കോ. ഓക്കെ, 729 ഗുണം 6 അത് 730 ഗുണം 6 ആയിക്കോ. 730 ഗുണം 6 ആകുമ്പോൾ എത്ര വരും? 4200 180 4380 അല്ലെങ്കിൽ 4400 ആയിക്കോ, കുഴപ്പമില്ല. ബാക്കി 600. അപ്പോൾ 6000. 6000 729 എത്ര വട്ടം പോകും? 729 ഇൻറ്റു 6 6 7 8 8 8 7 56. അപ്പോൾ ഏകദേശം 8ൻ്റെ അടുത്ത് വരെ പോകും. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ സി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ കാൽക്കുലേഷൻ ചെയ്തില്ലെങ്കിൽ, ഇങ്ങനെ അപ്രോക്സിമേറ്റഡ് ആയിട്ട് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മറന്നേരെ. അത്രയ്ക്ക് കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ ആവും. ഒരുപാട് പേർക്ക് ഈ അപ്രോക്സിമേറ്റഡ് എന്താണെന്നും അറിയില്ല. ഇതാണ് അപ്രോക്സിമേറ്റഡ് പരിപാടി. ഇതൊന്നും അല്ലാതെ ചെയ്യാൻ നിന്നാൽ നിങ്ങളെ ടൈം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇത് ഒരുപാട് പേര് ചെയ്തില്ല. നിങ്ങളിത് ടെക്സ്റ്റ് ബുക്കിലോ എവിടെയെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, ഇത് പ്രീവിയസ് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്ര 3% പേര് 4% പേര് അത്രയൊക്കെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇത് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ മെത്തേഡിൽ നിങ്ങളെല്ലാവരും, നമ്മൾ മലയാളികളെല്ലാം പഠിക്കാൻ വേണ്ടിയാണ് ഞാനൊരു സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് ചെയ്തത്. അത് ഞാൻ ചെയ്ത് പ്രൂവ് ആയതാണ്. ആ ചെയ്തതിൻ്റെ ഗുണമാണ് നിങ്ങൾ ഈ കാണുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുക? അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇതിനു വേണ്ടി നിങ്ങൾ ചോദിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത ദിവസം നോക്ക്. After a certain time period, a sum of ഇത്രയും invested in a bank will amount to ഇത്രയും. When compound interest is 5% per annum being compounded annually, how many months will it amount to ഇത്രയും? അപ്പോൾ ഇത്രയും രൂപയാവാൻ എത്ര സമയം എടുക്കും? അപ്പോൾ 5% പെർ ആനുവൽ അല്ലേ? അപ്പോൾ എത്രയാണ് ഇതാവുന്നത്? 24,000 രൂപ 26,400. അപ്പോൾ നമ്മളുടെ പ്രാക്ടിക്കൽ മാത്സ് ആണ്. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫൗണ്ടേഷൻ ബാച്ചിലും CGL ബാച്ചിലും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇതേപോലെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ബാച്ച് മാത്സിന് മാത്രമായിട്ടുള്ള ക്ലാസ് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അതെടുത്ത് ഇങ്ങനെ തന്നെ പഠിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പഠിക്കാം. ഈ ഒരു കൺസെപ്റ്റ് വെച്ച് പഠിക്കാം. 24,000 26,400 ആയി. എത്ര കൂടിയത്? 2000 2460. ഇപ്പോൾ 2460 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്ര പെർസെൻറ്റേജാണ്? 2460 എന്ന് പറയുമ്പോൾ 2400 10%. അപ്പോൾ നമുക്കറിയാം 5% വെച്ച് 2 വർഷത്തെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് എത്ര? 10.25. അപ്പോൾ 10.25 ആണ് 2 വർഷം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 10% 2400 0.25 എന്ന് പറഞ്ഞാൽ 1ൻ്റെ പകുതി 240ൻ്റെ 1% 240 അതിൻ്റെ ബൈ 4 240/4 60. അതാണ് ഈ കിടക്കുന്ന 2460. അതായത് എത്ര ശതമാനമാണ് കൂടിയിരിക്കുന്നത്? 10.25% 2 വർഷം കൊണ്ട് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് ടൈം എന്ന് പറയുന്നത്? ടൈം എന്ന് പറഞ്ഞാൽ 2 years ആണ്. അപ്പോൾ 2 years വന്നാലേ എന്ത് വരത്തുള്ളൂ? ഇവിടെ ഈ ഒരു രീതിയിൽ 26,460 നമുക്ക് എന്ത് എടുത്തുള്ളൂ? എമൗണ്ട് എടുത്തുള്ളൂ. അപ്പോൾ 2 years എന്ന് പറഞ്ഞാൽ എത്ര മന്താണ്? 24 മന്ത്. ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊന്നും എന്തില്ല. ഇതൊക്കെ പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സും വൈ ഒക്കെ ഇട്ട് ചെയ്യാം. അതിൻ്റെ മെത്തേഡൊക്കെ നിങ്ങൾക്ക് ഞാൻ ആ ബേസിക് ക്ലാസ്സിൽ എന്താണ് കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എക്സും വൈ ഇടുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ തന്നെ എൻ്റെ എക്സും വൈ ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടും. നമുക്കതല്ല വേണ്ടത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും അതാണ് സൊല്യൂഷൻ. അതല്ല സൊല്യൂഷൻ. അത് നിങ്ങളെ ജസ്റ്റ് എന്ത് ചെയ്യാണ്? ബുക്കുകൾ വാങ്ങാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സൊല്യൂഷൻ ഇട്ട് കഴിഞ്ഞാൽ പറഞ്ഞു തരാതെ സൊല്യൂഷൻ ഇടാൻ ബുക്കിൽ പറ്റത്തില്ല. കുറേ പേര് പറഞ്ഞാൽ ഇത് ചിന്തിക്കത്തോലുമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? എക്സും വൈ ഒക്കെ ഇട്ട് ബിഗിനേഴ്സിന് വേണ്ടി ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾ CHSL ആയിക്കോട്ടെ CGL ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ റെയിൽവേ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ 100നും 120നും ഇടയിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? ഈ ബുക്കൊക്കെ വായിച്ച് സെറ്റായി വന്നവരായിരിക്കും. പക്ഷേ നമ്മുടെ കട്ട് ഓഫ് 150 കിടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കയറണമെങ്കിലുണ്ടല്ലോ, അതാണ് പ്രയാസം. അതിനെന്ത് വേണം? ഇതേപോലത്തുള്ള മെത്തേഡ്സും സ്മാർട്ടായിട്ടുള്ള കാര്യങ്ങളും വേണം. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. യെസ്, എ സർട്ടൻ സം ഓഫ് മണി 216/125 ടൈംസ് ഇറ്റ്സെൽഫ് 3 വർഷം. അപ്പോൾ 125 സാധനം എത്രയായി? 216 എത്ര വർഷം? 3 വർഷം. അപ്പോൾ 1 വർഷത്തെ കണ്ടുപിടിക്കാൻ ക്യൂബ് റൂട്ട് എടുക്കുക. അപ്പോൾ 5ൽ നിന്നും 6 അപ്പോൾ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? എന്താ 5ൽ നിന്നും 6 എത്ര കൂടി? ഇത് 1 കൂടി 5ൽ 1/5 20% ആയിരിക്കും എന്ന് പറഞ്ഞു. അടുത്ത റേറ്റ് ഈസി ആയിട്ട്. അപ്പോൾ എൻ്റെ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സം ഓഫ് മണി ഡബിൾസ് ഇറ്റ്സെൽഫ് അറ്റ് കോമ്പൗണ്ട് 10 വർഷം. അപ്പോൾ 1 എത്രയായി? 2 എത്ര വർഷം കൊണ്ട്? 10 വർഷം കൊണ്ട്. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ഇറ്റ് ബി 4 ടൈംസ്? അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ എന്താവണം? 4 ആവണം. ഇപ്പോൾ 4 എന്ന് പറഞ്ഞാൽ എന്താ? 2ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ പവറേ ഗുണം ആ നമ്പർ ഓഫ് ഇയേഴ്സ് 2 ഗുണം 10 20. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രിക്കുകളൊക്കെ ഞാൻ ആ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നാൽ ഇത് നമ്മുടെ കോമ്പൗണ്ട്സിൻ്റെ പ്രോപ്പർട്ടിയാണ്. എല്ലാ
ടൈമിൻ്റെ ആ ഗ്യാപ്പ് സെയിം ആണെങ്കിൽ ആ ഒരു പ്രിൻസിപ്പളിൻ്റെ എമൗണ്ടിൻ്റെ റേഷ്യോ എന്തായിരിക്കും സെയിം ആയിരിക്കും. അപ്പോൾ ഓരോ 10 വർഷം എന്താവും, പ്രിൻസിപ്പിൾ എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പളിൻ്റെ ഇരട്ടിയാവും. അടുത്ത വർഷം 10 വർഷം കഴിയുമ്പോൾ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണെങ്കിൽ ഇതെന്താവും 4 ആവും. അടുത്ത വർഷം 10 വർഷം കഴിഞ്ഞാൽ ഇതെന്താവും 4 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 8 ആവും. അപ്പോൾ 1:2 ആയിരിക്കും എപ്പോഴും ഓരോ 10 വർഷത്തിലെ റേഷ്യോ. അപ്പോൾ ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, എത്ര മടങ്ങാണോ രണ്ടാമതാവുന്നത് അതിനെ ആദ്യത്തെ നമ്പർ ഓഫ് എത്ര മടങ്ങായി അതിൻ്റെ പവറിൽ എഴുതുക. എന്നിട്ട് എത്രയാണോ പവർ വരുന്നത് ആ പവർ കൊണ്ട് ആദ്യത്തെ ആൻസറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ബേസിക് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. എ സം ഓഫ് മണി കോമ്പൗണ്ട്സ് ആനുവലി ദ പ്രിൻസിപ്പൽ ബിക്കംസ് ഇത്രയും ഇൻ 2 years ആൻഡ് ഇത്രയും ഇൻ 3 years. ദെൻ ഫൈൻഡ് ദ പ്രിൻസിപ്പൽ. അപ്പോൾ ഇവിടെ ഒരു വർഷം കൊണ്ടുള്ള ചേഞ്ച് അല്ലേ വരുന്നത്. ഒരു വർഷം കൊണ്ട് എന്താവുന്നത്, ഈ പ്രിൻസിപ്പളിനെ എത്രയോ ഒരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ടാണ് എമൗണ്ട് കിട്ടുന്നത്. ആ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്ര, 30,250 33,275 ആവാൻ വേണ്ടി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 33,275 ഡിവൈഡഡ് ബൈ 30,250. അപ്പോൾ ഇതിനെ റേഷ്യോ ഒന്ന് വെട്ടാം. കാണുമ്പോൾ തന്നെ 125 മൾട്ടിപ്ലൈ അല്ല 25 മൾട്ടിപ്ലൈ രണ്ടും കാര്യം 75 എന്ന് പറഞ്ഞാൽ 25 മൾട്ടിപ്ലൈ. അപ്പോൾ അതൊക്കെ ഞാൻ ആ GD ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 25 വെച്ചിടുമ്പോൾ 1, ബാക്കി 82 3, ബാക്കി 77 3, 25 1. അടുത്ത 25 1, 52 2, 25 1 0. ഓക്കെ, 1321 121. ഓക്കെ, 11ന്റെ ക്യൂബും 11ന്റെ സ്ക്വയറും. അപ്പോൾ 11ന്റെ ക്യൂബിനകത്ത് നിന്ന് 11ന്റെ സ്ക്വയർ വരുമ്പോൾ 11, 11ന്റെ സ്ക്വയർ വെട്ടി കളയുമ്പോൾ 10, അതായത് 10/11. അതെന്ന് പറഞ്ഞാൽ എന്താ, ഒരു വർഷം കൊണ്ട് ഒരു ഇയറിൽ ആ ഒരു പ്രിൻസിപ്പളിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 11/10. ഇപ്പോൾ ഈ 11/10 എന്ന് പറഞ്ഞാൽ 110%. അതായത് 10 11 ആവുന്ന കേസാണ്. പെർസെൻറ്റേജ് കാണുന്നവർക്ക് ഇത് എത്ര ശതമാനം ഇൻക്രീസ് എന്നറിയാം, 10% ഇൻക്രീസ് ആവുന്ന കേസാണ്. അതായത് ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10%. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ, പ്രിൻസിപ്പളാണ് വേണ്ടത്. അപ്പോൾ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ എന്താ, 10% ഇൻട്രസ്റ്റിലാണെങ്കിൽ 10% ഇൻട്രസ്റ്റ് ആണെങ്കിൽ 10 എന്താവും 11 ആവും. എപ്പോൾ, ഒരു വർഷത്തിൽ. ഇപ്പോൾ 2 വർഷത്തിൽ 10ന്റെ സ്ക്വയർ 11ന്റെ സ്ക്വയർ ആവും. ഇതൊക്കെ നമ്മൾ റേഷ്യോ മെത്തേഡ് പറഞ്ഞിട്ടുള്ള 10ന്റെ സ്ക്വയർ ആയിട്ടുള്ള 100 എന്താവും 121 ആവും. അപ്പോൾ 121 ആവുന്ന 2 വർഷം കഴിഞ്ഞിട്ട് എന്താവും 121 ആവും. അപ്പോൾ 121ന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് എത്ര, 30,250. നമുക്ക് ഇനിഷ്യൽ വാല്യൂ എത്ര, 100ന്റെ വാല്യൂ വേണം. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാം, ഡിറ്റി സം അപ്ലൈ ചെയ്യാം. 2 3 4 7 കൊണ്ട് ഗുണിക്കണം. 5 2 7 3 10 1 ആണ്. അപ്പോൾ 7 ആയിരിക്കും ഡിറ്റി സം. 2 5 7, ഇത് മാത്രമേ ഉള്ളൂ 7 വരുന്ന ഓപ്ഷൻ ഡി. ഡിറ്റി സമ്മിൻ്റെ ക്ലാസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തുള്ള സൊല്യൂഷൻ ഒന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടാൻ പോകുന്നില്ല. ഞാൻ ഉറപ്പ് തരാം നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ പറഞ്ഞു തരുന്നു എന്നുള്ള രീതിയിലാണ്. ഇത് നിങ്ങൾക്ക് എവിടെയും കിട്ടാൻ പോകുന്നില്ല. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാൻ പോകുന്നില്ല. ഇങ്ങനെ ആരും പറഞ്ഞു തരത്തില്ല, ഇങ്ങനെ ആരും പറയാൻ തരത്തില്ല, ധൈര്യപ്പെടുത്തില്ല. ഓക്കെ, കാര്യം എന്താണ്, ഒരുപാട് പേര് പറയും മനസ്സിലാവുന്നില്ലെന്ന് പറയും. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ഇത്രയും ബിക്കംസ് ഇത്രയും അറ്റ് ദ റേറ്റ് ഓഫ് 20% പെർ ആനം കോമ്പൗണ്ടേഴ്സ് വെൻ ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി. അപ്പോൾ 20% നമുക്ക് എന്തെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ 20% വെച്ച് 2 വർഷത്തെ എഫക്റ്റീവ് എത്രയാണ്, 44%. 3 വർഷത്തെ 72.8%. ഓക്കെ, ഇത് 20 + 20 20ന്റെ 3a സ്ക്വയർ a ക്യൂബ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോമുലയൊക്കെ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇത് കണ്ടുപിടിക്കാം. എക്ക് വരെ 20 ഇട്ട് കൊടുത്താൽ മതി. അത്രയും ഇത്ര 72.8 20% വെച്ച് 3 വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ 1250 ഇത്രയായി. എത്ര കൂടിയത്, 7500ഉം 1600ഉം. അതായത് 8500ഉം 9100 കൂടിയത്. അപ്പോൾ 9100 പറഞ്ഞാൽ ഇതിൻ്റെ എത്ര ശതമാനം, 70% എടുത്താൽ തന്നെ 12,784. അതായത് 70%, 72 സംതിങ് ആയിരിക്കും വരുന്നത്. ഒരു സാധനം 20%ൻ്റെ ആ ഒരു കാര്യം അറിയാമെങ്കിൽ ഏകദേശം എത്ര വർഷം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, 3 വർഷം കൊണ്ടാണ്, 3 years കൊണ്ടാണ്. അപ്പോൾ 3 years എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 years ഓപ്ഷൻ ഉണ്ടോ, ഇൻ ഹൗ മെനി ഇയേഴ്സ്, ഓപ്ഷൻ ഡി ആൻസർ കൊടുക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പഠിത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ബിഗിനറിന് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഞാൻ ആ കാണിച്ച ക്ലാസ് എങ്ങനെ എടുക്കണം എന്ന് വരെ കാണിച്ചു തന്നു. ആ ക്ലാസ് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബേസിക് ക്ലാസ് ഫൗണ്ടേഷൻ ബാച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും എന്തല്ല, ഞാൻ ഇതൊക്കെ പേന എടുക്കുക ചെയ്തത്. നിങ്ങൾക്ക് മോസ്റ്റ് കാൽക്കുലേറ്റീവ് ആവുന്ന ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യും, പേന എടുക്കുക ചെയ്യും. അത് നിങ്ങൾക്കും പറ്റും. അത് എന്ത് ചെയ്യണം, നിങ്ങളുടെ മനസ്സ് മാത്രം മതി, നന്നായിട്ട് പഠിക്കണം എന്നുള്ള കാര്യം മാത്രം മതി. നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷനിൽ ആ ഫൗണ്ടേഷൻ ബാച്ച് എടുത്ത് കാണുക. ഫൗണ്ടേഷൻ ബാച്ച് മാത്സ് മാത്രമായിട്ടുള്ള ക്ലാസ് ഉണ്ട്, അതെടുത്ത് കാണുക. നിങ്ങളുടെ മാത്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റ് ആയിരിക്കും. അത് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഞാൻ ചെയ്യിപ്പിക്കും. ഓക്കെ, ഇത്രയും രൂപ ഇത്രയാവുന്നു. 2 years at a certain rate of compounding annually in an investment scheme. In the same scheme, sum of P invested and becomes ഇത്രയും 3 years. What is the value of P? അപ്പോൾ നമുക്ക് വേണം എന്താണ് ഇവിടുത്തെ റേറ്റ് എന്ന് വേണം. അപ്പോൾ ഈ 1,20,000 രൂപ 1,50,528 ആവുന്നു 2 വർഷം കൊണ്ട്. അപ്പോൾ എത്രയാണ് കൂടുന്നത്, 30,528. ഈ 30,528 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് നോക്കേ, 20,000ൻ്റെ ഓക്കെ 12,000 10%, 20% 24,000, പിന്നെ ഒരു 6%, അതായത് 25 പോയിന്റ് സംതിങ്. അതായത് 25 പോയിന്റ് സംതിങ് 2 വർഷം വരുന്ന ഏത് റേറ്റാണ് നിങ്ങൾക്ക് അറിയാവുന്നത്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, ഞാൻ പറഞ്ഞ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര, 12% ഒന്ന് ആലോചിച്ച് നോക്ക്. 12 + 12 + 12 × 12/100. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നത്. 25.44. അപ്പോൾ 25.44% ആയിരിക്കും ഇവിടെ ഇൻട്രസ്റ്റ് വരുന്നത്. വേറെ ഒന്നും വരത്തില്ല. എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25.44%. നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് നോക്കിയോ, അല്ലാതെ വരത്തില്ല. അപ്പോൾ നമ്മുടെ റേറ്റ് എന്തെന്ന് കിട്ടി, 12 കിട്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ആ ഒരു ലെവൽ വേണം, ആ ഒരു റേഞ്ചിൽ പഠിക്കണം. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെ പഠിക്കാനും പറ്റും. അതാണ് ഞാൻ ഫൗണ്ടേഷൻ ബാച്ചിലും അല്ലെങ്കിൽ ആപ്ലിക്കേഷനുള്ള ക്ലാസ്സുകൾ ഞാൻ ചെയ്യുന്നത്.
അതിൻ്റെ ബേസ് അത്ര സമയം എടുത്ത് എന്ത് ചെയ്യണം പഠിക്കണം. അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റേറ്റ് 12% ആണ്. അപ്പോൾ ഇനി 12% റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/25 ആണ്. 3/25 ഒരു വർഷം 25 എന്ന് പറഞ്ഞാൽ 28 ആവും. 3 വർഷം കൊണ്ട് എന്താവും? 25ന്റെ ക്യൂബ് 28ന്റെ ക്യൂബ് ആവും. നമുക്ക് തന്നിട്ടുള്ളത് 3 വർഷം കഴിഞ്ഞുള്ള വാല്യൂ. അപ്പോൾ 28ന്റെ ക്യൂബിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 351 232. നമുക്ക് എന്തിൻ്റെ വാല്യൂ വേണം? ഏതാണ് സമ്മതിൽ പി എന്ന് പറഞ്ഞ സമ്മ്? അതിൻ്റെ വാല്യൂ അല്ലേ 25ന്റെ ക്യൂബ് വേണം. അപ്പോൾ ഇവിടെ നോക്ക് നമുക്ക് ഡിഗ്രി സം അപ്ലൈ ചെയ്തോടെ 2 × 10 1ന്റെ ക്യൂബ്, താഴെ 1 ആണ് ഡിഗ്രി സം. ഇവിടെ എത്ര വരും? 8 9 നോക്കണ്ട, 5 2 7 7 ഗുണം 2 5 7 7ന്റെ ക്യൂബ് 343. 343 പറയുമ്പോൾ 10 ആണ്. 4 3 7 3 10. ഓക്കെ, 1 ആണ്. ഇപ്പോൾ ഡിഗ്രി സം എത്ര? 7 വരും. ഡിഗ്രി സം 7 വരുന്ന ഇതല്ല, 5 2 9 ഇതല്ല, 7 5 12 14 ഇതല്ല, 7 വരുന്ന ഓപ്ഷൻ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഞാൻ കാൽക്കുലേഷൻ ചെയ്തില്ല, ഡിഗ്രി സം അപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം. ഈ ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കൂ. സ്വന്തമായിട്ട് നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളെ പഠിപ്പിച്ച ആൾക്കാർ ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഇനി ഒറ്റയ്ക്ക് പഠിച്ചവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എവിടെയൊക്കെയോ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കാനുള്ള സ്കോപ്പ് പിന്നെയും ബാക്കിയുണ്ട്. ഇത് CGL പഠിക്കുന്നവർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, CHS പഠിക്കുന്നവർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, MTS പഠിക്കുന്നവർക്കും CPO പഠിക്കുന്നവർക്കും റെയിൽവേ പഠിക്കുന്നവർക്കും എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. സം ഓഫ് ഇത്രയും ഡെപ്പോസിറ്റ് 2 വർഷം മുമ്പ് കോമ്പൗണ്ട് ആനുവലി വിത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഇയർ ആൻഡ് 12% സെക്കൻഡ് ഇയർ വിൽ എമൗണ്ട് ടു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത അതേ ക്വസ്റ്റ്യൻ 10% ആദ്യം കിട്ടുന്നത്. അപ്പോൾ എത്ര ആവും? 1050 ആവും. 1050 ഇൻട്രസ്റ്റ് വരും. ഇതിൻ്റെ കൂടെ 1050 കൂടുമ്പോൾ 11,550. ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ഡെയിലി എക്സസൈസ് ചെയ്യണം. സെക്കൻഡ് ഇയറിൽ 12%. ഇത് എമൗണ്ട് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ 12% കൂടണം. 12% കൂടുന്ന പറഞ്ഞാൽ എന്താവും? ഇതിൻ്റെ 112% 112/100 ആണ്. അപ്പോൾ ഒരു 10 ഇത് വെട്ടാം. പിന്നെ ഡിഗ്രി സം നോക്കാമല്ലോ. ഇവിടെ 1 വന്നു, ഇവിടെ 2 3 3 4 10 11 12 12 3 ആണ്. അപ്പോൾ 4 3 12 3 ഡിഗ്രി സം 3 വരും. 9 നോക്കേണ്ട, 10 3ൻ്റെ മൾട്ടിപ്പിൾ, അത് ചിലപ്പം 10 12 ഓക്കെ 3 6 7 13 4ആണ്. ഇതല്ല 3 9, ഇത് 3ൻ്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ, അത് ചിലപ്പം 3ൻ്റെ മൾട്ടിപ്പിൾ ആയതും 3. ഓക്കെ, അത് വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം. ഇത് 56 വരും. ഇത് 5 വെച്ച് കിട്ടുമ്പോൾ എത്ര വരും? 5 വെച്ച് കിട്ടുമ്പോൾ വേറെ കളർ എടുക്കാം. 5 വെച്ച് കിട്ടുമ്പോൾ 2 15-നകത്ത് 3 231. 231ൻ്റെ 56 56 56 1 56 ശിഷ്ടം 5 56 3 168 5 173 3 36 അവസാനിക്കുന്ന ഏത് ഓപ്ഷൻ ഉണ്ട്? ഓപ്ഷൻ ബി എന്ത് ചെയ്തു? ആൻസർ ചെയ്തു. അപ്പം ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ സം ഓഫ് മണി ഇത്രയാവുന്നു. അറ്റ് ദ റേറ്റ് ഓഫ് 20% per annum കോമ്പൗണ്ടഡ് ആനുവലി ഫോർ 3 years. ഫൈൻഡ് ദ സം ഓഫ് മണി. ഇപ്പോൾ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/5 ആണ്. അതായത് 5 എന്ന് പറഞ്ഞാൽ 6 ആവും. 3 വർഷമാകുമ്പോൾ 5ൻ്റെ ക്യൂബ് 6ൻ്റെ ക്യൂബ് ആവും. 6ൻ്റെ ക്യൂബായ 216ൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. 14 112. നമുക്ക് എന്ത് വേണം? സം ഓഫ് മണി 5ൻ്റെ ക്യൂബ് 125 ആണ് വേണ്ടത്. ഡിഗ്രി സം പറ്റുമോ? ഇല്ല. 9 കൊണ്ട് തൊട്ടാം. 9 തൊട്ടുമ്പോൾ 9 2 18 24. 9 വെച്ച് കിട്ടുമ്പോൾ 1 51-നകത്ത് 9 5 61-നകത്ത് 9 9 6 54 ബാക്കി 72-നകത്ത് 8. പിന്നെ 24 കൊണ്ട് വെട്ടാൻ പറ്റുമോ? 24 കൊണ്ട് ഒറ്റ വെട്ടാൻ പറ്റിയല്ലോ? വേണ്ട. 24 6. ഓക്കെ ഓപ്ഷൻ കിടക്കുന്നത് വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഓക്കെ, നമുക്കങ്ങ് ചെയ്യാം. എത്ര വെച്ച് കിട്ടാം? 24 വെച്ച് വെട്ടണോ? 24 വെച്ച് പോടെ. ഇത് 24 ഗുണം 6 144. ബാക്കി 24 ഗുണം 7. ഓക്കെ, വേണ്ട, നമുക്ക് 12 വെച്ച് വെട്ടാം. ഓക്കെ, കാര്യം അടിയിൽ കിടക്കും. 8 വെച്ച് വെട്ടാം. 8ൻ്റെ മൾട്ടിപ്പിൾ 8 ആകുമ്പോൾ 3 8 ആകുമ്പോൾ 8 1 8 76-നകത്ത് 8 9 ബാക്കി 48/8 6 196 × 125/3. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, 125-നെ നമുക്ക് എന്ത് എഴുതാം? 125-നെ നമുക്ക് 1000/8 എന്ന് എഴുതാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കാൽക്കുലേഷൻ ആണ്. ഇതൊക്കെ ഡെയിലി എക്സസൈസ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 1000/8. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, 1000/8. അപ്പോൾ 8-നെ എന്ത് ചെയ്യാം? 8-നെ ഒന്നുകൂടെ വെട്ടാം. 2. ഓക്കെ, 8-ൻ്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ ഇത്. ഓക്കെ 8-ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നൈസിനങ്ങ് ചെയ്യാം. ചെയ്യാം. ഓക്കെ, 8-നെ കൊണ്ട് വെട്ടാൻ പറ്റത്തില്ല. ഓക്കെ, 1000/8 എന്ന് ചെയ്തു. ഓക്കെ, കാൽക്കുലേഷൻ ആണ് ഇതല്ല. അപ്പോൾ 196 00/24. അപ്പോൾ 196/24 24 ഗുണം 8 192. പിന്നെ 40/24 എന്ന് പറയുമ്പോൾ എത്ര? 1 8 1 തുടങ്ങുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി കഴിഞ്ഞു. 8 1 കഴിഞ്ഞു. ഇതാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കാൽക്കുലേഷൻ ചിലപ്പോൾ ചിലയിടത്ത് ചെയ്യേണ്ടി വരും. എല്ലാ ക്വസ്റ്റിനും കാൽക്കുലേഷൻ ചെയ്യാതെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മാക്സിമം നോക്കും. ഇവിടെ ഡിഗ്രി സം അപ്ലൈ ചെയ്യാഞ്ഞത് 0.67 0.87 ഒക്കെ വരുന്നുണ്ട്. കാര്യം ഈ 3 വെട്ടി പോകത്തില്ല. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ് ആൻസറാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? അത് ചെയ്തു. കാൽക്കുലേഷൻ ഏറ്റവും കുറച്ച് ചെയ്യേണ്ടി വന്നാൽ ചെയ്യും. 125-നെ മാറ്റി കണ്ടോ? 1000/8. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് തനി എന്ത് ചെയ്തോളും? സെറ്റ് ആയിക്കോളും. യെസ്. ഓക്കെ, അപ്പോൾ അടുത്ത കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓഫ് 6000 in 2 years ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത്രയാണ് ഫോർ ദ ഫസ്റ്റ് ഇയർ ആൻഡ് 2% സെക്കൻഡ് ഇയർ വിൽ ബി. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഇതിൻ്റെ 2.5% എത്രയാണ്? 300. ഫസ്റ്റ് ഇയറിൽ 300 ഇൻട്രസ്റ്റ് വരും. അപ്പോൾ എത്രയായി? 6300 ആയി. പിന്നെ സെക്കൻഡ് ഇയറിൽ 2%. ഇതിൻ്റെ 2% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 63 2 126. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇതല്ലേ ചോദിച്ചേക്കുന്നത്? 2.5 for the first year and 2% for the second year will be. Compound interest 6000. ഓക്കെ, 2 years 2.5%. ഓക്കെ, ഇത് ബൈ 4 അല്ലേ? 300 അല്ല, 150 ആയിട്ട്. ഓക്കെ, 150 150 126.
ഓക്കെ 126 വരത്തില്ലല്ലോ, 150 2.5 എന്ന് പറഞ്ഞാൽ 10% 600, അതേപോലെ 4 150, പിന്നെ എത്ര ആവും? ഇത് 6150 ആവും, ഇതിൻ്റെ 2%, 61.5 ഇൻറ്റു 2, 1% 61 61 2 122 123 ഇതിൻ്റെ കൂടെ 123 കൂടും, ഇതാണ് 273. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഫൈൻഡ് ദ കോമ്പൗണ്ട്സ് ഓൺ 5000 ഫോർ 1 ഇയർ അറ്റ് 8% ആണ് കോമ്പൗണ്ട് ഹാഫ് ഇയർലി. ഹാഫ് ഇയർലി ആകുമ്പോൾ എന്താവും? റേറ്റ് പകുതിയാവും. ഒരു വർഷത്തിൽ 8% ആണെങ്കിൽ ഹാഫ് ഇയർലി 4% ആവും. അപ്പോൾ ഒരു വർഷത്തേക്കാണ്. ഇപ്പോൾ 2 ഹാഫ് ഇയർ ഉണ്ട്, 4% വെച്ച് 2 ഹാഫ് ഇയർ എന്ന് പറഞ്ഞാൽ 4+4 8.16% ആയിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. ഇതിൻ്റെ 8.16 എന്ന് വരുമ്പോൾ 816 ഇൻറ്റു 5 4000 4080 480 ഉണ്ട്. ഓപ്ഷൻ സി. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തൊരു ആദ്യം പോയി ഞാൻ കാണിച്ച ക്ലാസ് കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, സെറ്റായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു ലെവൽ സൊല്യൂഷൻ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. അത് ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് പറയാവുന്നതാണ്. എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം? ഇതിന് പഠിക്കണം, കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്ന് നമുക്ക് നിർത്താം. അടുത്ത ടോപ്പിക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ഫസ്റ്റ് ഇതിൻ്റെ CHSL ക്രാഷ് കോഴ്സിൻ്റെ ഫസ്റ്റ് വീഡിയോ എടുക്കുക. അതിനകത്തൊരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് ഓരോ ആഴ്ചത്തെയും ഷെഡ്യൂളും എല്ലാം അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, നോട്ടുകളും എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ പോയിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇതിലുള്ള ക്ലാസ്സുകളെല്ലാം കാണുക, നോട്ട് എഴുതി വെക്കുക, സെറ്റായിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ സെറ്റായിട്ട് എന്ത് ചെയ്യാം? കാണാം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലുള്ള നല്ല ക്ലാസ്സുകൾ, ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സുള്ളവർക്ക് നന്നായിട്ട് പഠിച്ച് സെറ്റാവാനുള്ള എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ചാനൽ അവൈലബിൾ ആണ്. നല്ല ഇതിൻ്റെ ഫുൾ സാധനം വേണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ വന്നിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഒരു കാര്യവും നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ലെവലിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്. ആ ഒരു ഇത് വേണം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.